നമസ്കാരം, ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് ബിസിനസ് സ്റ്റാറുമായി നിൽക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഒരു 4 സ്റ്റാർ ബിസിനസ് സ്റ്റാറിൽ 4 സ്റ്റാറുകളാണ് നമ്മോടൊപ്പം എന്നുള്ളത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തവും പ്രമുഖവുമായ സ്ഥാപനമായ, അതായത് ഏതു തരം വാഹനങ്ങളുടെ എഞ്ചിൻ്റെയും ലൈഫ് വീണ്ടും ഒന്നുകൂടെ ആയുസ് നീട്ടിക്കൊടുക്കുന്ന സ്ഥാപനം മാസ്റ്റേഴ്സ് എഞ്ചിൻ റീബിൽഡേഴ്സിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സായ ദിനേശ് ഏട്ടൻ, അച്യുതൻ, അതുപോലെ രാജേഷ്, പിന്നെ ശ്രീജൻ, മാനേജിംഗ് പാർട്ട്നേഴ്സ് 4 പേരും നമ്മോടൊപ്പം ഉണ്ട്. ഇനി വാഹനങ്ങളുടെ ബ്രഹ്മാവുമാരാണ് ഇവർ. വാഹനങ്ങൾക്ക് വീണ്ടും ആയുസ് നീട്ടുന്നു. നമുക്ക് അതിലേക്കായി കൂടുതൽ വരാം. ഇനി ആദ്യമായി നമുക്കൊരു ചോദിക്കാം, എങ്ങനെയായിരുന്നു ഈ 4 പേരും ഒത്തുകൂടിയത്? അതിനു മുമ്പ് എന്തായിരുന്നു? ഞങ്ങൾ 1995 മുതൽ കുറ്റൂക്കാരൻ എഞ്ചിൻ റീബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ, കുറ്റൂക്കാരൻ ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 4 പേരും ജോലി ചെയ്തുകൊണ്ടിരിക്കെ അതിനു മുമ്പേ 1986 മുതൽ ഈ ആ കുറ്റൂക്കാരൻ എഞ്ചിൻ റീബിൽഡിങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ 4 പേരും ഒന്നിച്ച് വർക്ക് ചെയ്തത് കണ്ണൂർ ബാങ്കിലാണ്. കണ്ണൂർ ബാങ്കിൽ 1995 മുതൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിരിക്കെ ഞങ്ങൾക്ക് ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹം വരികയും ഞങ്ങൾ അവിടുത്തെ ജീവനക്കാരും സ്റ്റാഫുകളും കൂടി ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. അത് 2000-ലായിരുന്നു. അങ്ങനെ 2011 പാർട്ട്ണർമാർ ചേർന്ന് ഞങ്ങൾ ഇതുമാതിരി ഒരു സ്ഥാപനം ആരംഭിച്ചു. അങ്ങനെ 2004 ആകുമ്പോഴേക്കും പാർട്ട്ണർമാരുടെ ചില പ്രശ്നങ്ങൾ കാരണം 4 പാർട്ട്നേഴ്സിന് മാറി ഇവിടെ ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ ഈ സ്ഥാപനം 10 വർഷമായി ഈ ടൈപ്പ് ബിസിനസ് ആരംഭിച്ചു. എന്തായിരുന്നു ഈ ബാക്കി 6 പാർട്ട്ണർമാരുടെ പ്രശ്നം ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നേരിട്ടത്? കൂടുതൽ ഉത്തരവാദിത്വം നമ്മൾ 4 പേർക്ക് ഏറ്റെടുക്കേണ്ടി വരികയും മറ്റുള്ളവർ അത് ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ മാത്രം പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബിസിനസ് നമുക്ക് പിന്നെ സ്റ്റേബിളായി നമുക്ക് നിലനിർത്തുന്നത് നമുക്ക് മാത്രം ബാധ്യത. അവർക്ക് അതിനുള്ള ഗുണങ്ങൾ മാത്രം അവർക്ക് മതിയുള്ള രീതിയിലേക്ക് അത് പോയിക്കൊണ്ടിരുന്നത്. നമുക്കാണ് ഒരു സമയം അത് കളഞ്ഞു പോകാനും പറ്റില്ല. കാരണം നമ്മളെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കെ അവിടെയുള്ള ബിസിനസ് ഫുള്ള് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരൊറ്റ ഷട്ടർ ഉണ്ടാകുന്ന വന്നത്. ഫസ്റ്റില് ഒരു ഷട്ടർ ഈ മുറി മാത്രമേ ഉണ്ടായിരുന്നു. ഒറ്റ മുറി മാത്രമേ ഉണ്ടായിരുന്നു. അത് തന്നെ പടിയായിട്ട് ഇങ്ങനെ നല്ല നമ്പർ 1 ആയിട്ട് നമുക്ക് ദിവസം കഴിച്ചിട്ട് വരാൻ പറ്റി. ശ്രീജൻ ചേട്ടാ, ഇപ്പോ ഒരുപാട് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് മെഷീനുകൾ ഇവിടെ എത്തി. ഈ മെഷീനുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എല്ലാം ലേറ്റസ്റ്റ് മോഡൽ മെഷീൻസാണ്. ഇപ്പൊ കണ്ണൂർ ഇപ്പൊ നമ്മുടെ അടുക്കേ ഉള്ളൂ ഈ മെഷീനറി. ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നമ്മളനുസരിച്ച് എല്ലാം പുതിയ ഇപ്പോൾ നമ്മളടുക്കേ ഉള്ളൂ കണ്ണൂർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു മെച്ചം കിട്ടുന്നുണ്ട്. കണ്ണൂര് സിലിണ്ടർ ബോറിംഗ് മെഷീൻ എന്ന 2 ഉള്ളത് ഈ സ്ഥാപനത്തിൽ മാത്രമാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും. എങ്ങനെ 2 ബോറിംഗ് മെഷീൻ, ഒരു ബോറിംഗ് മെഷീൻ. അത് ഈ ബോറിംഗ് മെഷീൻ എന്ന് പറഞ്ഞാല് സിലിണ്ടർ ബോർ ചെയ്യുന്ന മെഷീൻ, സിലിണ്ടർ ബോർ ഇന്ത്യൻ റീബിൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട മെഷീൻ. 2 മെഷീനറി വെച്ചിട്ട് കേരളത്തിൽ തന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇനി കുറച്ച് സാങ്കേതിക കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ഈ എഞ്ചിൻ കൂടുതൽ പണി വരുന്ന എഞ്ചിനുകൾ ഏതൊക്കെയാണ്? കൂടുതലും എഞ്ചിൻ പണിക്ക് വരുന്നത് ഹെവി വെഹിക്കിൾസ് ആണ്. ട്രക്ക്, ടാറ്റ, ലാലൻഡ് തുടങ്ങി ബസ് കൂടുതൽ കിലോമീറ്റർ ഓടുമ്പോൾ ഏറ്റവും വേഗം അയക്കേണ്ടി വരും, അയച്ച് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ കാറുകളുണ്ട് കൂടുതൽ വർക്ക് വരുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെ തന്നെ ഇത് എഞ്ചിൻ വാഹനത്തിൽ നിന്നും റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ? അതോ എല്ലാ അറിവുമുള്ള ആൾക്കാരാണ് ഉള്ളത്. എന്നാലും നമുക്ക് അതിന് സൗകര്യം, വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല. ആയതിനാൽ കണ്ണൂർ ജില്ല പിന്നെ കർണാടക സ്റ്റേറ്റില് കൊടക് ജില്ല, ആ കൊടക് ജില്ലയിലെ വർക്ക്
മുഴുവൻ ഇവിടെ വരും. കാസർഗോഡ് വിശ്വസിക്കും. കണ്ണൂർ, കാസർഗോഡ്, കൊടക് ജില്ല എല്ലാം ഇവിടെ വരുന്നുണ്ട്. വർക്കുകൾ വരുന്നുണ്ട്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വർക്ക്ഷോപ്പ് മെക്കാനിക്കുമാർ അയച്ച് എഞ്ചിൻ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ എഞ്ചിൻ റീബിൽഡ് ചെയ്ത് വർക്ക്ഷോപ്പ് മെക്കാനിക്കുമാർക്ക് അല്ലെങ്കിൽ വണ്ടി ഓണർക്ക് ഏത് തൃപ്തി അത്ര വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും, ഹാഫ് എഞ്ചിൻ ചെയ്ത് കൊടുക്കും. അത് ഓരോ മെക്കാനിക്കിന്റെ അഭിലാഷം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ റീബിൽഡ് ചെയ്യുന്ന എഞ്ചിന് പിന്നീട് ഒരു എത്ര കിലോമീറ്റർ വരെ ലൈഫ് പ്രതീക്ഷിക്കാം? ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട് 2 ലക്ഷം 3 ലക്ഷം കിലോമീറ്റർ ആ വണ്ടിക്ക് ലൈഫ് കിട്ടും. നമ്മൾ റീബിൽഡ് ചെയ്യുന്ന എഞ്ചിനും അതേ ലൈഫ് പ്രതീക്ഷിക്കും. നമ്മൾ ശരിക്കും ഒരു പുതിയ ജീവൻ നൽകി വിടുകയാണ്. എഞ്ചിൻ അത് റീബിൽഡ് ചെയ്തിട്ട് പുതിയ എഞ്ചിൻ ആക്കി കൊടുക്കുകയായിരുന്നു. നമ്മുടെ കമ്പനിയിൽ നിന്ന് ടാറ്റയെന്നായാലോ മാരുതിന്നായാലോ ഒരു പുതിയ വണ്ടി വരുന്ന അതേ എഞ്ചിന്റെ ലൈഫ് നമ്മൾ രണ്ടാമതും റീബിൽഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് വാഹന ഉപഭോക്താക്കളെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ വളരെ തുച്ഛമായ വിലയിൽ പല ഈ വാഹനങ്ങളും കിട്ടും, ഒരുപാട് കിലോമീറ്റർ ഓടിയ അത്തരം വാഹനങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് പുതിയ എഞ്ചിനാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പുതിയ എഞ്ചിനാക്കി തരും. അതേപോലെ സെക്കൻഡ് ഹാൻഡ് ആവുന്ന സമയത്ത് അതിന്റെ ഗിയർ ബോക്സിന്റെ സൈഡും മറ്റുള്ള സൈഡും ബോഡി ഫിനിഷിങ്ങും എല്ലാം പഴകുമല്ലോ. അത് നമ്മൾ റീബിൽഡ് ചെയ്ത പുതിയ പോലെ തന്നെ ആവുമല്ലോ. അത് ശരി, അത് ഒരു വളരെ ഒരു നല്ലൊരു ആശയമാണ്. ഇപ്പൊ പലർക്കും സന്തോഷമായി കാണും. ഇപ്പൊ തന്നെ പലരും പേര് കുറിച്ച് എടുത്തിട്ടുണ്ടാവും.